ഹൈക്കോടതി നിർദ്ദേശപ്രകാരം നിർത്തിവെച്ചതാണ് വിമാനത്താവള പദ്ധതി ചർച്ചകൾ ആറന്മുളയിൽ. അതൊക്കെ സജീവമാവുന്നതിന്റെ സൂചനകളാണ് ഇന്ന് ആറന്മുളയിൽ കണ്ടത്. ഒരു പതിറ്റാണ്ട് മുൻപ് ഉപേക്ഷിക്കപ്പെട്ട പദ്ധതി UDF അധികാരത്തിലെത്തിയതോടെ ജീവൻ വെക്കുകയാണോ? അനുകൂലിച്ചും എതിർത്തും രാഷ്ട്രീയ കക്ഷികൾ ഇരുചേരിയായി നിൽക്കുമ്പോഴും പദ്ധതി നടപ്പാക്കുക അത്ര എളുപ്പമാവില്ല. തണ്ണീർത്തടങ്ങളും നെൽവയലുകളും ഉൾപ്പെടുന്ന പ്രദേശത്തെ വമ്പൻ പദ്ധതി പരിസ്ഥിതി സൗഹൃദമല്ല എന്ന യാഥാർത്ഥ്യം കൂടി അവിടെയുണ്ട്. പമ്പാ നദി കരകവിഞ്ഞാൽ മിനിറ്റുകൾക്കകം വെള്ളം കയറുന്ന പ്രദേശമാണ് ആറന്മുള. 2018 മഹാപ്രളയകാലത്ത് നമ്മളത് നേരിട്ട് കണ്ടതാണ്. പദ്ധതി പ്രദേശത്തെ ഡ്രോൺ സർവേയാണ് ആറന്മുളയിൽ വിമാനത്താവളം എന്ന KGS ഗ്രൂപ്പ് പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന സൂചനകൾ നൽകുന്നത്. സ്ഥലമുടമ എബ്രഹാം കലമണ്ണിലാണ് ഡൽഹിയിൽ നിന്നുള്ള വിദഗ്ധ സംഘത്തെ എത്തിച്ച് പരിശോധന നടത്തിയത്. 400 ഏക്കർ സ്ഥലം തന്റെ പക്കലുണ്ടെന്നും 1000 ഏക്കർ കൂടി കിട്ടിയാൽ പദ്ധതി പുനരാരംഭിക്കാൻ സാധിക്കുമെന്നും എബ്രഹാം കലമണ്ണിൽ പറയുന്നു. കേരളത്തിലെ മാറിയ രാഷ്ട്രീയ സാഹചര്യം ഉപയോഗപ്പെടുത്തി നേട്ടം കൊയ്യാനാണ് ഭൂവുടമകളുടെ ശ്രമം. കമ്പനി എല്ലാം പുതിയതാ, ഇനി എല്ലാം പുതിയതാ, പഴയതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞങ്ങള് ലാൻഡ് കണ്ടെത്തി വരുന്ന നല്ല കമ്പനിക്ക് ലാൻഡ് കൊടുക്കുന്നു. ആറന്മുള വിമാനം ഗവൺമെന്റ് കൂടെ സപ്പോർട്ട് ഉള്ളതിനൊക്കെ ഉള്ളൂ. ഗവൺമെന്റ് സ്ഥലം എടുത്ത് തന്നെ ഞങ്ങൾക്ക് ബാക്കി സ്ഥലം. അയ്യോ, അതൊക്കെ വെറുതെ അല്ലേ. ആ ലാൻഡ് വിൽക്കണേ വല്ല പറയാത്തോണ്ടോ മോനെ? നിങ്ങള് മീഡിയക്കാരല്ലേ? ആ ലാൻഡ് പൊന്നുപോലെ വിൽക്കത്തില്ലേ? എന്തോ ഒരു നല്ല പ്രോജക്റ്റ് അത്. ഏത് വലിയ വലിയ കമ്പനികളും വരും. പത്തനംതിട്ട MP ആന്റോ ആന്റണിയുടെയും ആറന്മുള MLA അബിൻ വർക്കിയുടെയും ഒക്കെ അനുകൂല നിലപാട് ഇതിന്റെ കൂടെയുണ്ടെന്നാണ് എബ്രഹാം കലമണ്ണിൽ പറയുന്നത്. അതിനെ തൽക്കാലം അവിശ്വസിക്കേണ്ടതില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം പത്തനംതിട്ട പ്രസ് ക്ലബ് സംഘടിപ്പിച്ച മുഖാമുഖത്തിൽ ആറന്മുള MLA വിമാനത്താവള പദ്ധതി അനുകൂലിച്ചിരുന്നു. വിമാനത്താവളം എന്നത് ഒരു പ്രദേശത്ത് മാത്രമല്ല, സമീപ ജില്ലകളുടെ കൂടി വികസനം സാധ്യമാക്കുന്നുവെന്ന് നെടുമ്പാശ്ശേരി പരാമർശിച്ചാണ് അബിൻ പറഞ്ഞുവെച്ചത്. ഡ്രോൺ സർവേയുടെ വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ എതിർപ്പുകളും ഉയരുന്നുണ്ട്. നീക്കം ദുരൂഹമാണെന്നും റിയൽ എസ്റ്റേറ്റ് താൽപര്യമാണ് ഈ നീക്കങ്ങൾക്ക് പിന്നിലെന്നും പണ്ടത്തെ പ്രതിഷേധങ്ങളുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന BJP നേതാവ് കുമ്മനം രാജശേഖരൻ പറഞ്ഞു. അത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാണ്. ഇതിൻ്റെ പിന്നെ വളരെ വ്യക്തമല്ലേ. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ ഡ്രോൺ പരിശോധനയൊക്കെ അടുത്ത് കൊടുമണ്ണിലുണ്ട് സ്ഥലം, നല്ല സ്ഥലമാണ്. അവിടെ ഇടിച്ചു നിരത്തേണ്ട യാതൊരു വിധത്തിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങളുമില്ല, ഒരു ചെലവുമില്ല, നല്ല സ്ഥലമാണ്, വിമാനത്താവളത്തിന് പറ്റിയ സ്ഥലമാണ്. എന്തുകൊണ്ടത് നോക്കുന്നില്ല? ഈ വിമാനത്താവള പദ്ധതി നടപ്പാക്കാൻ 2004 എബ്രഹാം കലമണ്ണിൽ ശ്രമങ്ങൾ ആരംഭിച്ചത്. അല്പം ചരിത്രമാണ്. തന്റെ എഞ്ചിനീയറിംഗ് കോളേജിലെ എയറോനോട്ടിക്സ് കോഴ്സിനായി എയർ സ്ട്രിപ്പ് നിർമ്മിക്കാൻ എന്ന് പറഞ്ഞാണ് ആറന്മുളയിൽ തുച്ഛമായ വിലയ്ക്ക് സ്ഥലം വാങ്ങിയത്. പദ്ധതി നടത്തിപ്പിന് ചെന്നൈ ആസ്ഥാനമായ KGS കമ്പനിക്ക് ഭൂമി കൈമാറി. എന്നാൽ പിന്നീട് കുമ്മനം രാജശേഖരന്റെ ഒക്കെ നേതൃത്വത്തിൽ വലിയ ജനകീയ പ്രക്ഷോഭം. 2014 മെയ് 28 ദേശീയ ഹരിത ട്രൈബ്യൂണൽ പദ്ധതി റദ്ദാക്കി. പാരിസ്ഥിതികാഘാത പഠനം നടത്തിയ ഏജൻസിക്ക് യോഗ്യതയില്ലെന്നും തെളിഞ്ഞിരുന്നു. സുപ്രീം കോടതി കൂടി ഇത് ശരിവെച്ചതോടെ വിമാനത്താവള പദ്ധതിക്ക് പൂട്ടുവീണു. അതിനുശേഷം ഇതേ സ്ഥലത്ത് പിന്നീടൊരു ഇലക്ട്രോണിക്സ് ക്ലസ്റ്റർ പദ്ധതിക്ക് 3 വർഷം മുൻപ് വീണ്ടും ഒരു ശ്രമമുണ്ടായി. മിച്ച ഭൂമി പ്രഖ്യാപനം റദ്ദാക്കണമെന്നും വ്യവസായം തുടങ്ങാൻ അനുവദിക്കണമെന്നും കാട്ടി ടോഫൽ എന്ന ഒരു കമ്പനിയാണ് 2023 സർക്കാരിനെ സമീപിച്ചത്. ആരാണ് ഈ ടോഫൽ? KGS ഗ്രൂപ്പിന്റെ ഉപകമ്പനി. 335 ഏക്കർ സ്ഥലം വ്യവസായത്തിന് വിട്ടുകിട്ടണമെന്നായിരുന്നു ആവശ്യം. എന്നാൽ ജില്ലാ ഭരണകൂടം അപ്പോഴും തിരിച്ചടി നൽകുന്ന ഒരു റിപ്പോർട്ട് നൽകി. അത് കണക്കിലെടുത്ത പദ്ധതിക്ക് ഇടത് സർക്കാർ അനുമതി നൽകിയില്ല. പദ്ധതി പ്രദേശത്ത് കൃഷി മാത്രമേ അനുവദിക്കുകയുള്ളൂ എന്നതായിരുന്നു നിലപാട്. അതേസമയം ചെറുവള്ളി എസ്റ്റേറ്റ് ശബരിമല വിമാനത്താവള പദ്ധതിയിലെ അനിശ്ചിതത്വം ചൂണ്ടിക്കാണിച്ച് ആറന്മുളയെ പിന്തുണയ്ക്കുന്നവരുമുണ്ട്. തൊഴിൽ സാധ്യത, വർദ്ധിച്ചു വരുന്ന യാത്രാ ആവശ്യങ്ങൾ, ഇതൊക്കെയാണ് ഇത്തരക്കാർ ഉയർത്തിക്കാണിക്കുന്നത്. വിമാനത്താവളത്തിനെതിരായ പ്രക്ഷോഭത്തെ തുടർന്ന് 2017 കമ്പനിയുടെ കൈവശമുണ്ടായിരുന്ന സ്ഥലം മിച്ചഭൂമിയായി സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ 8 ഏക്കർ മാത്രമാണ് ഏറ്റെടുക്കാനായത്. അപ്പോഴേക്കും KGS ഗ്രൂപ്പിന് ഭൂമി വിറ്റ വ്യക്തി കോടതിയിൽ നിന്നൊരു സ്റ്റേ വാങ്ങി. ഇതിന്മേലുള്ള വ്യവഹാരങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഉയർന്നു വരുന്ന ചോദ്യങ്ങൾ പലതുണ്ട്. നെൽവയൽ തണ്ണീർത്തട പ്രദേശത്ത് വ്യവസായ സൗഹൃദ മുഖമുദ്രയ്ക്കായി പുതിയ സർക്കാർ നയം മാറ്റിയെഴുതുമോ? പ്രധാനപ്പെട്ട ചോദ്യം. ആറന്മുള വിമാനത്താവള പദ്ധതിക്കെതിരെ മുൻപുയർന്ന സമരങ്ങളെ സർക്കാരിന് അങ്ങനെ തള്ളിക്കളയാനാകുമോ? രണ്ടാമത്തെ ചോദ്യം. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതൊന്നുമല്ല, അത് മൂന്നാമത്തെ ചോദ്യമാണ്. റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങൾക്കായി ഉയർത്തിവിടുന്ന ഒരു താൽക്കാലിക ചർച്ച മാത്രമാണോ ഇത്?